അയോധ്യ അമ്പലം പണിതത് രാമരാജ്യമാക്കാമെന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു നോക്കാം, അയോധ്യ അമ്പലം പണിതത് ശരിയോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവരോട് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അയോധ്യ അമ്പലം അല്ലേ, അത് പണിതത് രാമരാജ്യം ആക്കാനുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ? യെസ്, അത് തോന്നിയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം അത്രേ ഉള്ളൂ. കാരണം ഇവർ അമ്പലത്തിൽ പൂജാരിയാണ് ശരിക്കും അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കർമ്മം ചെയ്യുമ്പോൾ അതിൽ ഒരു യോജിക്കാൻ അത്ര താല്പര്യമില്ല. ഇന്ത്യ രാമരാജ്യമാണോ? ഇന്ത്യ രാമരാജ്യം എങ്ങനെയാ പറയുക? ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യം എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാർസികളും ജൈനന്മാരും നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പിന്നെ എങ്ങനെ ഹിന്ദു രാഷ്ട്രമാകുന്നത്? ഇന്ത്യയുടെ പോക്ക് വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ രാമരാജ്യം ആവുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അത് എന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഒരു മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ അങ്ങനെ ഇല്ല. എല്ലാ ജാതിക്കാരും കൂടെയാണ് ഇന്ത്യ. എന്നാൽ നമ്മളിപ്പോൾ പറയുന്ന ഭാരതം, ഇന്ത്യ തല വെട്ടി ഭാരതം എന്നാക്കാൻ വേണ്ടി പോവുകയാണ്. ഓരോ കാര്യങ്ങൾ വെട്ടി കൊണ്ടുവരും. മറ്റേ നാട്ടിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കുന്നതിലാണ് നാട്ടിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ആവുന്നു എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അയോധ്യ അമ്പലം വന്നല്ലോ, അതൊരു രാമരാജ്യത്തിനുള്ള തുടക്കമായിട്ട് തോന്നിയിട്ടുണ്ടോ? അതൊരു ഹിന്ദുക്കളുടെ ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കിയെന്നേ ഉള്ളൂ. ഒരു രാമരാജ്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണോ ഈ അയോധ്യ പണിതെന്ന് തോന്നിയിട്ടുണ്ടോ? അതൊരു പരിധി വരെ നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടിയിരിക്കുക. അങ്ങനെയാണെന്ന് അയോധ്യ അമ്പലം പണിത് ശരിയായിരുന്നു തോന്നിയിട്ടുണ്ടോ? അതൊരു ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രമായി. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമായതുകൊണ്ട് എല്ലാ സമുദായങ്ങൾക്കും ജാതികൾക്കും അവരുടേതായ ദൈവങ്ങളെ പ്രാർത്ഥിക്കാനും പ്രതിഷ്ഠിക്കാനുള്ള അവകാശമുണ്ട്. എന്ന് വിചാരിച്ചിപ്പോൾ നമ്മളിപ്പോൾ സൗദിയിൽ പോയി നമ്മളൊരു ക്ഷേത്രം ഉണ്ടാക്കിയില്ലേ, അവിടെ അത് ഉണ്ടാകാനൊന്നല്ല. അപ്പോൾ ഹിന്ദുക്കളുടെ രാമരാജ്യം അവർക്ക്, രാമക്ഷേത്രം അവർക്ക് പണിയാം. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസും മറ്റ് ബുദ്ധനും ജൈനനും ഒക്കെ അവരുടെ ക്ഷേത്രങ്ങൾ പണിയാനും അവർക്ക് പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ഈ ബാബർ മസ്ജിദ് പൊളിച്ചതിനോട് നല്ലതാണ് ചെയ്തതാണ്? അതൊക്കെ തെറ്റാണ്. ആരുടേതായാലും പൊളിക്കുന്നതിനോടും യോജിപ്പില്ല, പൊളിച്ചെടുത്ത് പുതിയ പണിയുന്നതിനോട് യോജിപ്പില്ല. ഇനിയിപ്പോ അയോധ്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു അമ്പലം എന്നുള്ള രീതിയിൽ വളർന്നിരിക്കണം. അപ്പൊ കാണാൻ പോകുന്നുണ്ടോ? കാണാൻ പോകും. നമുക്ക് ഒരു അവസരം അവിടെ പോകാൻ പറ്റിയാൽ പോയി കാണാനായിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ഇപ്പോൾ കാണുന്നതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. നമ്മുടെ പട്ടേൽ പ്രതിമ വന്നതിന് ശേഷം അത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വരുമാനത്തിൽ അതൊക്കെ മുൻതന്നെ പുതിയ റിപ്പോർട്ടുകൾ വന്നു. അതുപോലെ തന്നെ അയോധ്യ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു രാജ്യത്തെ സംസ്കാരം വിളിച്ചു പോകുന്ന ഏത് സംരംഭവും ഏത് ബിൽഡിംഗ് ഏത് കൺസ്ട്രക്ഷനും നല്ലതാണ്. അയോധ്യ അമ്പലം ഒരു രാമരാജ്യം ഉണ്ടാക്കുന്നതിന്റെ ഒരു തുടക്കമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഓരോരുത്തരുടെയും നേരായ വഴിക്കുള്ള ഏത് വിശ്വാസവും നല്ലതാണ്. ഈ അയോധ്യ അമ്പലം ഇപ്പൊ പള്ളി പൊളിച്ചിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും നല്ലതായിട്ടാണോ തോന്നിയിട്ടുണ്ടോ? വേറൊരു മതത്തിന്റെ ഒരു വിശ്വാസം തകർത്തിട്ട് വേറൊരെണ്ണം പണിയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അവരവരുടെ രീതിയിൽ അത് പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവാണ്. വേറൊരു മൈനോറിറ്റീനെ സപ്രസ് ചെയ്യാതെ നന്നായിട്ട് കൊണ്ടുപോവാണെങ്കിൽ അത് നല്ലതാണ്. എന്താണ് തോന്നുന്നത്? ഈ അയോധ്യ കാണാൻ തോന്നിയിട്ടുണ്ടോ? പോണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തായാലും പോകുന്നു തോന്നുന്നുണ്ടോ? ചാൻസ് കിട്ടുകയാണെങ്കിൽ പോയി നോക്കും. കാണണമെന്ന് ആഗ്രഹമുണ്ട്. അയോധ്യ അമ്പലം വന്നില്ലേ, ആ അമ്പലം പണിതത് ഒരു രാമരാജ്യം ആക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ? എവിടെയോ അതങ്ങനെ തോന്നാനുള്ള റീസൺ? കാരണം അത് മറ്റേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരും പിന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഇനോഗ്രേഷന് പങ്കെടുത്തതുകൊണ്ട് അതായത് കൂടുതലും അതിലൊരു വിപ്ലവം തോന്നിയായിരുന്നു. പിന്നെ നമ്മൾ സെക്യുലർ ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു നമ്മുടെ നേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു മുകളിലെ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയും കുറച്ച് ഒരു ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും ഇങ്ങനത്തെ കളികൾ കുറേ നടക്കണമെന്നുള്ളൊരു ടോക്ക് തോന്നിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊരു വലിയൊരു അമ്പലമാണ് ഇപ്പോൾ അയോധ്യ അമ്പലമാണ് പണിതേക്കുന്നത്. അതായത് കാണാൻ സന്ദർശകർ കാണാൻ വേണ്ടി നല്ലൊരു അമ്പലമാണ്. നിങ്ങൾ കാണാൻ പോകുന്നുണ്ടോ? ഇല്ല, കാണാൻ പോവില്ല. എന്തായാലും പോവില്ല, പോകാൻ താല്പര്യമില്ല. അതേപോലെ സർദാറിന്റെ എന്താ പട്ടേൽ പ്രതിമ പണിതരുന്നില്ലേ, അത് കാണാൻ പോയിരുന്നോ? കാണാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, താല്പര്യമില്ല അത് കാണാൻ. ഓക്കെ, നമ്മുടെ അയോധ്യ അമ്പലം അല്ലേ, അത് പണിതത് രാമരാജ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. അയോധ്യ അമ്പലം പണിത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ?
ശരിയായിരിക്കും അറിയില്ല. അറിയില്ല. അയോധ്യ അമ്പലം മനസ്സിലായില്ലേ, ഈ രാമന്റെ ഒക്കെ? അതുണ്ടാക്കിയത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടേ? ശരിയാണ്. അതായത് ബാബർ മസ്ജിദ് പൊളിച്ചിട്ടാണ് ആ അമ്പലം പണിതത്. കുറെ ന്യൂസ് ഒക്കെ ഉണ്ടായില്ലേ? അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. ഈ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു അമ്പലം, നല്ല ഭംഗിയുള്ള ഒരു അമ്പലമായിട്ടാണ് ഇത് നടന്നേക്കുന്നത്. അപ്പൊ കാണാൻ പോകുന്നത് തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഒരുപാട് ഇപ്പൊ താജ്മഹൽ ആയാലും നമ്മുടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയില്, ടൂറിസ്റ്റ് പ്ലേസ്. അതേപോലെ ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ അയോധ്യ. അപ്പൊ അങ്ങനെ ക്യൂരിയോസിറ്റി തോന്നിയിട്ടില്ല അങ്ങോട്ട് പോയി കാണണമെന്നും തോന്നില്ല. നമ്മുടെ അയോധ്യയില്ലേ, അയോധ്യ അമ്പലം പണിതത് നമ്മുടെ ഒരു ഈ പറഞ്ഞ രാമരാജ്യം ഉണ്ടാക്കാനുള്ള തുടക്കമായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പൊ രാമരാജ്യം ആക്കാൻ വേണ്ടി BJP-ക്കാര് ചെയ്യുന്ന ഒരു ഇതായിട്ട് ഇപ്പൊ പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിതത് അങ്ങനെ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്താ പൊളിറ്റിക്സ് അല്ലേ, പക്ഷെ അതൊന്നും നോക്കില്ല. അയോധ്യ അമ്പലം കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? പോണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. പിന്നെ പുതുതായിട്ട് പണിതൊരു സംഭവം അങ്ങനെ കാണണമെന്ന് തോന്നുന്നുണ്ട്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ കാണാനായിട്ട്? എക്സൈറ്റ്മെന്റ് ഇല്ല, എന്നാലും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മോണുമെന്റ്സ് പോലെ. ഈ മറ്റേ ഇതിനു മുമ്പ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമ നടന്നിട്ടുണ്ടല്ലേ, അത് കാണാൻ പോയിരുന്നോ? പോയിട്ടില്ല, കാണണമെന്നുണ്ട്. പോയിട്ടില്ലൊന്നുമില്ല. ഒന്നിനും പോയിട്ടില്ല. പോകാൻ ആഗ്രഹമുണ്ട്. അയോധ്യ പോകണം ആഗ്രഹമുണ്ട്.